UDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് UDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത്. CR മകേഷ് MLA സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 5 വർഷം കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ആളുകളെയും പൊതുജനം വിചാരണ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകും എന്ന് ഓരോരുത്തരും ഓർക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഗുണകരമാണ്. പഴയതുപോലെയല്ല. ഇപ്പോൾ ജനം ഓരോരുത്തരെയും ഓരോ ജനപ്രതിനിധികളുടെയും ശരീരഭാഷ, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവരുടെ സംസാരം, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംസാരം, അവരുടെ നടത്തം, ഇരുത്തം, അവരുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം, ഓരോരുത്തരുടെയും വ്യക്തിപരമായി നാട്ടിലെ വികസനമല്ല. ചില ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പെട്ടെന്ന് അവരങ്ങ് വികസിക്കും, നാട് വികസിക്കാറില്ല. അപ്പോൾ ഇതെല്ലാം വളരെ സൂക്ഷ്മമായി ജനം വീക്ഷിക്കുക. പ്രത്യേകിച്ച് ഈ നവമാധ്യമങ്ങളുടെ കാലഘട്ടമായതുകൊണ്ട് ഇതെല്ലാം ജനം വീക്ഷിക്കുക. പാവപ്പെട്ട സാധാരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് അംഗം എന്ന് പറയുമ്പോൾ അവന്റെ ദൈനംദിന ജീവിതത്തെ തൊടുന്ന എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടാൻ ബാധ്യതയുള്ള ആളാണ് എന്ന് ജനം സങ്കല്പിക്കുന്നത് അവരെയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K രാജശേഖരൻ, ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BS വിനോദ്, KN പത്മനാഭപിള്ള, നീലികുളം സദാനന്ദൻ, VPS മേനോൻ, ദിലീപ് കോമളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ് VD, വൈസ് പ്രസിഡന്റ് E റഹിയാനത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട നജീബ് മണ്ണേൽ, വരുൺ ആലപ്പാട്, കുലശേഖരപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KS പുരം സുധീർ, നിസ തൈക്കൂട്ടത്തിൽ, പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇർഷാദ് ബഷീർ, ചിന്നു സുനിൽ, A നാസിമുദ്ദീൻ, ജയകുമാരി ഹരിക്കുട്ടൻ, സീമാചന്ദ്രൻ, അബ്ദുൽ സലാം കാട്ടൂർ, സിന്ധു രാജേഷ്, രജിത ശാലി, സിന്ധു അനിൽ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. തുടർന്നുള്ള കാലങ്ങളിൽ ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിന് ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് കൂട്ടായ പരിശ്രമത്തിൽ നാടിന്റെ നാനാ വിഷയങ്ങൾ, ഇലക്ഷൻ ഇറങ്ങിയപ്പോൾ പല വിഷയങ്ങളുമായി സംസാരിക്കുകയുണ്ടായി. ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് ഈ 5 വർഷക്കാലം കൊണ്ട് വിവിധ വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് നമ്മൾക്ക് ഈ ഇരിക്കുന്നവർക്കെല്ലാം ലഭിച്ച വിജയം അത് ചില വീടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചക്കുളത്ത് കാവിലമ്മ ഈ വീടിന്റെ ഐശ്വര്യം. അതുപോലെ നമ്മുടെ വിജയത്തിന് ഐശ്വര്യമായത് ആരൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. നമ്മൾ ജയിച്ചതല്ല, നമ്മളെ ജയിപ്പിച്ചതാണ്. ആ ആൾക്കാരെ മറക്കരുത്. അതുപോലെ തന്നെ എന്റെ വിജയം ഒരു ചെറുപ്പക്കാരൻ 9.5 വർഷമായി ആ വിജയത്തിന്റെ വിയർപ്പിന്റെ ആ ചെറുപ്പക്കാരന്റെ വിയർപ്പിന്റെ മണമുണ്ട്. ലോകത്തില് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വന്നു. ഈ നാട്ടിലെ ജനത ഐക്യജനാധിപത്യ മുന്നണിക്ക് കൈകൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കടന്നുപോയത്. CPMന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് ഈ ഫാസിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയെ ഭരണത്തിൽ നിറയ്ക്കുമെന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഭരണക്കാരുടെ ഉത്തരവാദിത്വം. അത് 100% ഈ ജാതി മതം അടിസ്ഥാനത്തിലൊക്കെയാണ് വിജയം വരുന്നതെന്നാണ്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇതില് ഞാൻ ഉൾപ്പെടുന്ന സമുദായത്തിലെ അംഗങ്ങൾ, എന്റെ ബന്ധുക്കളെല്ലാം കൂടിപ്പോയാലും 30-35 ആൾക്കാരെ ആ വാർഡിലുള്ളൂ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.